അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാമക്കൽമേടിൽ നിന്ന് നമ്മൾ പുളിയന്മലയ്ക്ക് വരുന്ന വഴിക്ക് ഉടുമ്പൻചോല എന്ന് പറയുന്ന ആ ഒരു കയറ്റം, ആ ഒരു ഏരിയ ആണ്. അപ്പം അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബൈക്കിന്റെ ചെയിൻ പൊട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. പിന്നെ ഒരു 6-6:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂടുതൽ ഇരുട്ടായിരുന്നു. ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളെ പറ്റി അറിയാമല്ലോ, അതിലും ഇരുട്ട് ചെറുതായിട്ട് വൈകുന്നേരം കഴിയുമ്പോൾ ഇരുട്ടാകുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. പിന്നെ രാത്രി 7 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് ഇന്നലെ ചെയിൻ മാറ്റിയിടാനോ തിരിച്ച് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്ത് ഇന്ന് ഈരാറ്റുപേട്ടയിലെത്താൻ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈരാറ്റുപേട്ടയിൽ എത്താൻ പറ്റാതായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. പിന്നെ രാത്രി ഒരുപാട് ചേട്ടന്മാർ നമ്മളെ പെട്രോൾ വേണോ, അതുപോലെ ഞങ്ങൾ സഹായിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടുത്തെ ആ ഒരു ആൾക്കാരുടെ ആ ഒരു മനസ്സ്, ആ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. ചേട്ടന്മാരുടെ പേര് അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് വന്ന് മോനെ എന്ത് പറ്റി അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് പേരൊന്നും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറഞ്ഞേനെ. കാരണം അവരുടെ ആ ഒരു മനസ്സ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രസ് ആയി പോകുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഇനിയിപ്പം നമ്മൾ രാവിലെ ഫിഷപ്പ് കാര്യങ്ങളൊക്കെ ആയായിരുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. വർക്ക്ഷോപ്പിൽ പോയി ആ ചെയിന് നമുക്ക് സെക്കൻഡ് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നേരെ ഈരാറ്റുപേട്ടയ്ക്ക് പോകണം. അപ്പം ഈരാറ്റുപേട്ട എത്തുന്ന രീതിയിലുള്ള ഏതൊരു ചെയിൻ കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. വണ്ടിക്ക് ചെയിൻ മാറിയിട്ട് നമ്മളിനി ഈരാറ്റുപേട്ടയ്ക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം വർക്ക്ഷോപ്പിൽ വന്നിട്ട് കാണാം. ഉണ്ണി, ഇനി എങ്ങോട്ടാ നടക്കുന്നേ? അവസാനം കഷ്ടപ്പെട്ട് ചെയിനൊക്കെ മേടിച്ചോണ്ട് ഞങ്ങളിത് വർക്ക്ഷോപ്പിന്റെ അടുത്ത് എത്തി. ഇനിയിപ്പം പുള്ളി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. പുള്ളി അവിടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് മാറിത്തരാന്നാ പറഞ്ഞേ. ഞങ്ങൾ ഇന്നലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി വെക്കുന്നതിന് മുമ്പേ. അപ്പം 15 മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ പുള്ളി അത് മാറിത്തരാൻ പെട്ടെന്ന് വിടാന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ ഹാൻഡിൽ ലോക്ക് എടുത്തിട്ടാ പോയെ, എടുത്തു മാറ്റാൻ പാടാണ്. രാത്രിയല്ലേ ഇവിടെ വെച്ചിട്ട് പോണേ, അതുകൊണ്ട് ഒരു ലോക്കും ഇതിനകത്തന്നെയാണ് പോണേ. ഈ ചെയിൻ ലോക്കും ഇല്ല, അവന്റെ കൊണ്ട് വരുന്ന കേട്ടിട്ടില്ല വെച്ചാൽ ഇത് വിഷയമാവോ? ഓർത്തി കഴിഞ്ഞാല് അത് വിഷയം ചെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ തടഞ്ഞു. ഇത് ചെയ്യും മുറുക്കുന്ന ഇതേലല്ലേ, അപ്പൊ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അണ്ടിലോ കഴിക്കണം. എവിടെന്നാ കിട്ടിയത്? ഇത് കട്ടപ്പന പോയായിരുന്നു. ഈ രാത്രി എവിടെയാണ്? കട്ടപ്പന പോയോ? ഇല്ല, നെടുങ്കണ്ടത്ത് ഇവനൊരു വീടുണ്ട്, അവിടെ താമസം. മറ്റേത് ബെൻഡായി പോയത്, പിരിഞ്ഞു.
മറ്റേ ചെയിൻ അവിടെ കൊടുത്തിട്ടും പോകും. ഇപ്പോഴാണോ ആ മറ്റേ ചെയിൻ വെച്ച് നോക്കിയാ പുള്ളി തന്നെ ഹൈറ്റ്. കൊണ്ട് കുറച്ചാലും പരിപാടി അവതരിപ്പിച്ചാൽ സത്യം പറഞ്ഞ സ്പീച്ച്ലെസ്, ഒന്നും പറയാനില്ല. ഇതിന് ചിലപ്പോ ചെയ്യുന്നിച്ചിരി നീളക്കുറവുണ്ട്. ഇതിലും ഗതികെട്ടവൻ ഇനി വേറെ ആരും കാണി. പറയാം. ഈ സോക്കറ്റ് പുതിയതായിരുന്നു. സോക്കറ്റ് ഇത് കിടന്നിരുന്ന ചെയിൻ സോക്കറ്റ്. ആ പുതിയത് ചെയിൻ ഇത്ര പവർ ഉണ്ടെന്ന് ഇഷ്ടമാണ്. കട്ടായി പോകട്ടോ വീഡിയോ അല്ലേ? സാർ ടൈൽ വീഡിയോ കട്ട് ചെയ്തിട്ട് വീഡിയോ കട്ട് കണ്ണി മാത്രമായിട്ട് ഇവിടെ മേടിക്കാൻ കേട്ടോ. കട്ടപ്പനയ്ക്ക് പോകണം അല്ലേ? ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 6 ആകുമ്പോഴത്തേക്കും നല്ല ചെയ്യുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ചെയിൻ തൽക്കാലം ഇതിൽ ഘടിപ്പിക്കാൻ പറ്റുമായിരിക്കും. ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല ചെയിൻ്റെ എന്തെങ്കിലും സാധനം ലോക്കുണ്ട്, ഇതൊരു സൈസ് ലോക്കുണ്ട്. പക്ഷെ ഈ കണ്ണിയാണ് വേണ്ടത് നമുക്ക്. ഇത് കൂടെ ഓർമ്മ ഉണ്ടേ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആകുന്നതാണ്. നമ്മളും അത്ര വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റും.